പൗർണമി, നമ്മൾ കുറച്ച് നാളുകളായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് നമ്മുടെ സ്വന്തം കുടുംബത്തിലെ വിഷയം പോലെ ബാല, അമൃത, എലിസബത്ത് ഈ ഒരു ചർച്ച അല്ലെങ്കിൽ ഈ ഒരു വിഷയം. നാട്ടുകാർ വിചാരിക്കും നമുക്ക് കണ്ടന്റിന്റെ കുറവ് കൊണ്ടാണ്, നിങ്ങൾക്ക് വേറൊരു പണിയില്ലേന്ന്. അത് പണിയില്ലാത്തതുകൊണ്ടല്ല. ബിക്കോസ് ബാല എന്ന വ്യക്തിയിൽ നിന്ന്, ബാല എന്ന നടനിൽ നിന്ന്, ഈ സോക്കോൾഡ് ആക്ടറിൽ നിന്നുകൊണ്ട് ഈ പറയപ്പെടുന്ന രണ്ട് വ്യക്തിത്വങ്ങൾക്ക്, രണ്ട് സ്ത്രീകൾക്ക് അവർ പച്ചയായിട്ട് വന്ന് വിളിച്ചു പറയുകയാണ് അവർക്ക് ഒരുപാട് ദുരനുഭവങ്ങൾ, സെക്ഷൽ അബ്യൂസുകൾ, മാരിറ്റൽ റേപ്പ് ഇതുപോലുള്ള കാര്യങ്ങളുണ്ടായി. അവരുടെ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അവരവരുടെ ചാനൽ വന്നിരുന്ന് പറയുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അവർക്ക് നീതി മേടിച്ചു കൊടുക്കുമോ, നീതി ഉറപ്പാക്കുമോ ഒന്നും നമുക്ക് അറിഞ്ഞുകൂടാ, കിട്ടുമോ ഇല്ല എന്നുള്ള കാര്യം. അതൊക്കെ തീരുമാനിക്കേണ്ടത് ഈ പറയപ്പെടുന്ന നിയമങ്ങളാണ്. പക്ഷേ എന്നിരുന്നാലും ഇത് സമൂഹത്തെ അറിയിക്കേണ്ട ഒരു ബാധ്യത ഒരു മാധ്യമം നില നമുക്കുണ്ട് തീർച്ചയായിട്ടും, അല്ലേ? അവിടെ രണ്ട് സ്ത്രീകളാണ് അപ്പുറത്ത് നിൽക്കുന്നത്. പക്ഷെ അപ്പോൾ എനിക്ക് നമ്മൾ ഇതിനേക്കാളും മുമ്പ് നമ്മൾ ചോദിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്ന ചോദ്യമാണ് പൗർണമി. എന്തുകൊണ്ടായിരിക്കും ഈ പറയപ്പെടുന്ന 3 പേരിൽ ഏറ്റവും കൂടുതൽ സൈബർ ബുള്ളിങ് അനുഭവിച്ച, ഏറ്റവും കൂടുതൽ ആൾക്കാർ ഹേറ്റഡ് അല്ലെങ്കിൽ ഹേറ്റ് ചെയ്യപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് കണക്കാക്കുന്നത് അമൃത എന്ന് പറഞ്ഞ ഗായികയാണ്, അമൃത സുരേഷ്. നമുക്കറിയാം ഈ അമൃതയെ, അവളുടെ ചെറുപ്പം, അവൾ ഐഡിയ സ്റ്റാർ സിംഗർ എന്ന് പറഞ്ഞ സീസണിലേക്ക് വരികയും നല്ല പാട്ടുകാരി, അവരുടെ സൗണ്ട്, ആ ഒരു ബാസ് വോയിസും ഹൈ പിച്ച് വോയിസും ഒക്കെ നമുക്ക് നല്ല പരിചിതമാണ്. ഇന്നും നമുക്ക് ഇന്നലെ കേട്ട പോലെ തോന്നും. ശരിയാണ്, അവരെ അത്രയും ഹൃദയത്തോട് ചേർത്ത മലയാളികൾ. അവരുടെ ചെറുപ്രായത്തിൽ തന്നെ അവർ അന്നത്തെ സിനിമ, അന്ന് അത്യാവശ്യം വില്ലൻ വേഷങ്ങളൊക്കെ ചെയ്ത് കത്തി നിൽക്കുന്ന ബാല എന്ന തമിഴ് നടനെ അവർ വിവാഹം കഴിക്കുന്നു. അതും നല്ല കാര്യം തന്നെ, അതും മലയാളികൾ കൊണ്ടാടി. ബട്ട് അവർ കല്യാണം കഴിക്കുന്നു, കുറേ നാളത്തേക്ക് അവരെ കുറിച്ച് അറിവൊന്നുമില്ല, അവർ ചെന്നൈയിൽ സെറ്റിലാവുന്നു, ഫൈൻ. അതൊക്കെ കുറച്ച് നാളുകൾക്ക് ഇപ്പുറം അവർ ബാലയുമായിട്ട് പ്രശ്നമായിട്ട് ഡിവോഴ്സ്ഡ് ആയിട്ട് അവരുടെ നാട്ടിലേക്ക് തിരിച്ചു വരുന്നു. അപ്പോഴും ആൾക്കാർക്ക് വലിയ പ്രശ്നമെന്ന് വെച്ചാൽ ഇവരൊരു വീഡിയോ ആയിട്ട് പിന്നീട് ബാല വരികയാണ് കുറച്ച് വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട്. സംബന്ധിച്ചു അത് അയാളുടെ ഇഷ്ടം, അയാളുടെ മാരേജ് കാര്യങ്ങളും അയാളുടെ കുഞ്ഞിൻ്റെ കാര്യങ്ങളും പറഞ്ഞാൽ അയാളുടെ ഇഷ്ടം, അയാളത് ചെയ്യുന്നു. അതിനുശേഷം ഈ പറയപ്പെടുന്ന അമൃത എന്ന ഗായികയ്ക്കെതിരെ സൈബർ ബുള്ളിങ് ആണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഒരു പ്രശ്നം ഉണ്ടായി, ചെന്നൈയിൽ നിന്നുകൊണ്ട് സ്വന്തം നാട്ടിലേക്ക്, മലയാളത്തിലേക്ക്, സ്വന്തം ഗൃഹത്തിലേക്ക് ആശ്വാസത്തിനായിട്ട് പ്രാണനും കൊണ്ട് ഓടി വന്നൊരു പെൺകുട്ടി ഇത്രയൊക്കെ സൈബർ ബുള്ളിങ് ചെയ്യേണ്ട കാര്യം മലയാളികൾക്കുണ്ടായിരുന്നു? ഈ പറയപ്പെടുന്ന ഇന്നലെ കണ്ട എലിസബത്തിനോട് നമുക്ക് ഹേറ്റൊന്നുമില്ല. എലിസബത്തിനോട് നമ്മൾ സ്റ്റിൽ വി ആർ സപ്പോർട്ടിങ് എലിസബത്ത് തീർച്ചയായിട്ടും ധൈര്യശാലിയായിട്ട് പുറത്തു വരണമെന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ബട്ട് എലിസബത്തിന് കിട്ടിയ സപ്പോർട്ട് കണ്ട് നമ്മൾ ഞെട്ടി. ഷീ ഈസ് നോട്ട് എ ഫിലിം ആക്ട്രസ്, ഷീ ഈസ് നോട്ട് എ സിംഗർ, നത്തിങ്. അവർ ജസ്റ്റ് ഒരു പ്രൊഫഷണൽ ഡോക്ടർ മാത്രമാണ്. അവർ ലൈംലൈറ്റിൽ നിൽക്കുന്ന ഒരു വ്യക്തിയല്ല. പക്ഷേ എന്നിട്ടും എലിസബത്തിന് ഭയങ്കര സപ്പോർട്ട്. എലിസബത്ത് പറയുന്നൊക്കെ ആൾക്കാർ വിശ്വസിക്കും. എന്തുകൊണ്ടാണ്? അമൃത അത്രയ്ക്ക് മോശപ്പെട്ടൊരു സ്ത്രീയാണോ? അമൃത നമുക്കൊക്കെ പ്രിയപ്പെട്ട ഒരു ഗായികയായിരുന്നില്ലേ? വൈ ഈ പറയുന്ന മലയാളികൾ എന്തുകൊണ്ട് ഇത്രയും സൈബർ ബുള്ളിങ് അവരെയും അവരുടെ ഫാമിലിയും അവരുടെ മകളെ പോലും ചെയ്യുന്നത് എന്തുകൊണ്ടായിരിക്കും? ഓർമ്മ ചിന്തിച്ചിട്ടുണ്ടോ? പിന്നെ ഇപ്പോൾ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ എലിസബത്തിനെയും അമൃതയും കമ്പയർ ചെയ്യാൻ ഒരിക്കലും പറ്റില്ല. പക്ഷേ എന്നിരുന്നാലും ഇപ്പം ആദ്യം തന്നെ നമ്മൾ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ ശാരിക സൂചിപ്പിച്ചതുപോലെ, അമൃത എന്ന് പറയുന്ന ഗായിക നമുക്കെല്ലാം ചെറുപ്പം തൊട്ടേ അറിയുന്ന ഒരാളാണ്. ആ സമയത്ത് ഈ ഒരു ബാലയെ വിവാഹം കഴിക്കാൻ അവർ എത്രത്തോളം സ്ട്രഗിൾ ചെയ്തെന്നടക്കമുള്ള കാര്യങ്ങൾ അവരുടെ കുടുംബത്തിലുള്ളവർ തന്നെ പുറത്ത് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഏതൊരു സ്ത്രീയും ഒരു കുടുംബജീവിതത്തിലേക്ക് കടക്കുമ്പോൾ, അല്ലെങ്കിൽ അത്രയും വാശി പിടിച്ചൊരു വിവാഹ ജീവിതം തിരഞ്ഞെടുക്കുമ്പോൾ അത് ബ്രേക്ക് ആവണം അല്ലെങ്കിൽ ഡിവോഴ്സ് നേടണമെന്നോ ആഗ്രഹത്തോടെ ആരും കയറില്ല. ആ ചെറിയ പ്രായത്തിൽ അവർ ആ ബാലയെ ഭർത്താവായി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ഒരു കുഞ്ഞിന് ജന്മം നൽകിയിട്ടുണ്ടെങ്കിൽ, അവർ ആ ഒരു ജീവിതത്തിൽ സന്തോഷമായിട്ട് ആ ഒരു ജീവിതത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കാൻ തീർച്ചയായിട്ടും ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ അത് സഹിക്കാൻ വയ്യാതെ വന്നപ്പോൾ അവർ തിരിച്ചു വന്നു. അവരുടെ കുടുംബം അവരെ സപ്പോർട്ട് ചെയ്തു, അല്ലെങ്കിൽ കുടുംബത്തിന് എല്ലാ കാര്യങ്ങളും അറിയാം. പക്ഷേ പബ്ലിക്കിനെ സംബന്ധിച്ചിടത്തോളം അറിയില്ല. എവിടെ നിന്നാണ് പബ്ലിക്കിന് ഇവരോട് വിരോധം തുടങ്ങിയത്? അതാണ് നമ്മുടെ മേജർ ആയിട്ടുള്ള ചോദ്യം, അല്ലെങ്കിൽ ശാരിക ചോദിച്ച ചോദ്യം. ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ അമൃത എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ നല്ല സ്ട്രോങ് ആണ്, ബോൾഡ് ആണ്, ഏതൊരു അവസ്ഥയും ഫേസ് ചെയ്യാൻ റെഡി ആയിട്ടുള്ളവരാണ്. ഏതൊരു സൈബർ ബുള്ളിങ്ങും അവർക്കിപ്പോൾ ഒരു പ്രശ്നമുള്ള കാര്യമില്ല. പക്ഷെ അവരെ അങ്ങനെ ആക്കിയതും ഈ പറയുന്ന സൈബർ ബുള്ളേഴ്സ് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നുമല്ലാതിരുന്ന സമയത്ത് നമുക്കറിയാം ഈ ബാലയുമായിട്ട്, അല്ലെങ്കിൽ ഈ കുട്ടി ഉണ്ടായതിനു ശേഷം പോലും ഇവർ ഒന്നിച്ച് പല ഇന്റർവ്യൂസിലും പല ഷോസിലും ഇവർ പ്രത്യക്ഷപ്പെട്ടിരുന്നു. വളരെ മാന്യമായിട്ട്, അല്ലെങ്കിൽ വളരെ ഡിപ്പെൻഡൻ്റ് ആയിട്ട് നിന്നൊരു സ്ത്രീ, അല്ലെങ്കിൽ ഒരു ഭാര്യ, ഒരു അമ്മ എന്ന രീതിയിൽ തന്നെയാണ് അമൃത അവിടെ പെരുമാറിയിട്ടുള്ളതെല്ലാം. പ്രീവിയസ് വീഡിയോസ് ഒക്കെ ഇപ്പോഴും യൂട്യൂബിൽ അവൈലബിൾ ആണ്, അത് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. പക്ഷേ എപ്പോഴാണ് അവർ ഇൻഡിപെൻഡൻ്റ് ആയത്, അല്ലെങ്കിൽ ഒരു ഇൻഡിപെൻഡൻറ്റ് വിമൻ, അല്ലെങ്കിൽ ഒരു അമ്മയായത്? അത് ശരിക്കും ചിന്തിച്ചു നോക്കിയാൽ ഈ ബാല എന്ന് പറയുന്ന വ്യക്തിയുടെ ആ എൻട്രിയിലൂടെ പല കാര്യങ്ങൾ പറയുന്നു. അതായത് നമ്മുടെ മലയാളികളുടെ, പ്രത്യേകിച്ച് മലയാളികൾ എന്ന് തന്നെ എടുത്തു പറയാം, മലയാളികളുടെ സ്നേഹം അല്ലെങ്കിൽ സിമ്പതി പിടിച്ചു പറ്റാൻ, എങ്ങനെ പിടിച്ചു പറ്റണം എന്ന് കൃത്യമായി പുള്ളിക്ക് അറിയാമായിരുന്നു. പുള്ളി ആ രീതിയിൽ മൂവ് ചെയ്തു. പുള്ളി ഉദ്ദേശിച്ച പോലെ തന്നെ നമ്മളെല്ലാവരും, ഈവൻ ഞാനാണെങ്കിലും ശാരികയാണെങ്കിലും പുള്ളിയുടെ വാക്കുകളിൽ ഓക്കെ ഇതാണ് സത്യം എന്ന് വിചാരിച്ച് നമ്മളും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ അയാളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അപ്പോഴും അമൃതയ്ക്ക് സപ്പോർട്ടേഴ്സിനെ കിട്ടാതിരുന്നതിൻ്റെ കാര്യം, അമൃത ഒരു കാര്യങ്ങളും പബ്ലിക്കിന് മുന്നിൽ വന്ന് വിളിച്ച് പറയാൻ തയ്യാറായിരുന്നില്ല. ഒന്നുകിൽ ഇപ്പോൾ ഈ അനുഭവിക്കുന്ന എലിസബത്ത് അനുഭവിച്ച പോലുള്ള ട്രോമ അമൃതയ്ക്കും ഉണ്ടായിരിക്കാം. പക്ഷേ
അന്ന് സോഷ്യൽ മീഡിയ ഇത്രയും പോപ്പുലർ അല്ലായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ പബ്ലിക് കാര്യങ്ങൾ അല്ലെങ്കിൽ പേഴ്സണൽ കാര്യങ്ങളൊന്നും പബ്ലിക്കായിട്ട് വിളിച്ച് പറയുന്ന ഒരു രീതി, അല്ലെങ്കിൽ അങ്ങനെ അറിയിക്കണം എന്നുള്ളൊരു ടെൻറ്റേഷനോ അല്ലെങ്കിൽ ആ ഒരു ചിന്തയോ ഒന്നും അന്ന് ഉണ്ടായിരുന്നില്ലായിരിക്കണം. കാരണം വർഷങ്ങൾ കുറച്ചായല്ലോ. പക്ഷേ ഇന്ന് എലിസബത്തിന് അത് കിട്ടുന്നുണ്ടെങ്കിൽ എലിസബത്ത് അതിനേക്കാളും കുറച്ചുകൂടെ കൂടിയ വേർഷൻ ഓഫ് ട്രോമയായിരിക്കും ഒരുപക്ഷെ അനുഭവിച്ചിട്ടുണ്ടാവും. അതിനുശേഷം പിന്നീട് ഓവർകം ചെയ്തു. പുള്ളിക്കാരിയെ സപ്പോർട്ട് ചെയ്യാൻ കുറച്ചുകൂടെ പബ്ലിക്കുമായിട്ട് ബന്ധമുള്ള അല്ലെങ്കിൽ കണക്ഷൻ ഉള്ള ആളുകൾ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ആ ഒരു സപ്പോർട്ടിന്റെ പുറത്ത് ഇപ്പം നമ്മൾ കഴിഞ്ഞ തവണ ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞു കുടുംബത്തിൽ തന്നെ പല സപ്പോർട്ടും ലഭിക്കുന്നില്ല, പക്ഷേ ചില സുഹൃത്തുക്കളുണ്ട് എന്ന്. ആ സുഹൃത്തുക്കൾ എന്ന് പറയുന്ന നല്ല സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ആർക്കും ഓവർകം ചെയ്യാൻ പറ്റാത്തത് പോലും ഓവർകം ചെയ്തെന്നിരിക്കും. അപ്പോൾ എലിസബത്ത് പറയുമ്പോൾ ബാല ഇതായിരുന്നു എന്ന് മനസ്സിലാക്കാൻ വേറൊരു കാരണം കൂടിയുണ്ട്. കാരണം ഈ എലിസബത്തുമായിട്ടുള്ള പല വീഡിയോസിലും തന്നെ ബാലയുടെ തനിനിറം കാണിച്ചത് മലയാളികളെല്ലാം കണ്ടതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ എലിസബത്ത് പറഞ്ഞ കാര്യങ്ങളും അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളിലൂടെ കൂട്ടിച്ചേർത്തപ്പോൾ എലിസബത്ത് ശരിയാണെന്ന് ശക്തമായി വിശ്വസിക്കാനുള്ളൊരു ബേസേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എലിസബത്തിനെ എല്ലാവരും വിശ്വസിച്ചു, അത് സത്യമാണെന്ന് എല്ലാവരും ഇപ്പോഴും വിശ്വസിക്കുന്നു. പക്ഷേ അമൃതയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം അമൃതയ്ക്ക് ഇല്ലായിരുന്നു. അന്നും കുറ്റപ്പെടുത്തലുകളായിരുന്നു, ഇന്നും അത് തന്നെയാണ്. പിന്നെ നമുക്കറിയാം ഒരുപാട് റൂമേഴ്സ് ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ പറയപ്പെടുന്ന അമൃത കൂടുതൽ ഞാൻ ഇപ്പോൾ ഇത് പ്രേക്ഷകരോട് ചോദിക്കാൻ കാര്യം, ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത ഒരു ചർച്ചയുടെ ഭാഗമായിട്ട് നമുക്ക് കുറച്ച് കമന്റ്സുകൾ വന്നിരുന്നു. ആ കമന്റ്സിന് നമ്മൾ റിയാക്ട് ചെയ്യുമല്ല, പക്ഷെ അതിനകത്ത് ആൾക്കാരെ ചോദിക്കും, ഇപ്പൊ ചേച്ചിമാരും മറുകണ്ഠം ചാടിയല്ലേ, ഇത് PR വർക്കാണല്ലേ. നമുക്ക് ആരും ഇവിടെ PR വർക്ക് തരാറില്ല. ഒരു ജെന്യൂനായിട്ട് പോകുന്ന ഒരു ന്യൂസ് മീഡിയ ആണ്, ഇത് ന്യൂസ് ചാനലാണ്. നമ്മളിവിടെ PR വർക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടാനാ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അമൃത PR അല്ലെങ്കിൽ എലിസബത്ത് PR എന്ന് ഓരോരുത്തരെ മാത്രം അങ്ങ് ബൂസ്റ്റപ്പ് ചെയ്ത് അടിച്ചാൽ പോരെ. അതല്ല ഇവിടെ ചോദിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നിസ്സാരം ജസ്റ്റ് ഒരു വീഡിയോ ക്ലിപ്പ്, അതായത് ഒരു 6-7 മിനിറ്റുള്ള ഒരു വീഡിയോ വോയിസ് ഓവർ വന്ന് എലിസബത്ത് ചെയ്തിട്ട് പോവുകയാണ് അമൃതയെക്കുറിച്ച്. അതിനകത്ത് അവർ ആരോപിക്കുന്നു അമൃത എന്നെ ചതിച്ചു, അല്ലെങ്കിൽ ഞാൻ മുൻ ഭാര്യയായിരുന്ന ഈ പറയപ്പെടുന്ന അമൃതയെയും അല്ലെങ്കിൽ അഭിരാമിയെയും ഒക്കെ ഞാൻ വിശ്വസിച്ചു, അവരോട് സംസാരിച്ചു, അവരുടെ വോയിസ് ക്ലിപ്പുകൾ പക്ഷേ ഞാൻ അറിയാതെ എൻ്റെ വോയിസ് അവർ റെക്കോർഡ് ചെയ്യുന്നു, എന്നിട്ട് വേറൊരു ചാനലിലൂടെ അവർ വേറൊരു തീരുന്ന് പറയുന്നു. ഇതൊക്കെ മോശമല്ലേ, ഞാൻ എങ്ങനെ അവർ വിശ്വസിക്കുന്നത്? വളരെ ഇമോഷണലായിട്ട് എലിസബത്ത് പറയുന്നു. അപ്പോഴും നമ്മൾ വ്യക്തമായിട്ട് ആ വീഡിയോയിൽ പറയുന്നുണ്ട്, ഇത് നടന്നത് ഏതാണ്ട് ഒക്ടോബർ മാസം 2024 ഒക്ടോബർ മാസത്തിൽ നടന്നൊരു വീഡിയോ. അത് ഇത്രയും മാസങ്ങൾക്കിപ്പുറം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പൊട്ടിവിരിഞ്ഞ പോലെ ഈ പറയുന്ന എലിസബത്ത് അത് പ്രൊഡ്യൂസ് ചെയ്യുകയും അപ്പോൾ ഇട്ടുകൊടുത്തത്, അത് പിന്നീട് അങ്ങോട്ട് എഗെയിൻ സ്റ്റാർട്ടഡ്, അതായത് സൈബർ ബുള്ളിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ് പിന്നെ അമൃതയ്ക്കെതിരെ, അമൃതയുടെ ഫാമിലിക്കെതിരെ. അതെന്തിനായിരുന്നു, അതെന്തുകൊണ്ടാണ് ആൾക്കാർ ഇത്ര ട്രിഗർ ആവുന്നത് എന്നുള്ള ചോദ്യം നമ്മളോട് താഴെ വന്ന് ഈ പറയുന്ന റൈറ്റപ്പ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ, അവരതിന് ഞങ്ങളുടെ താഴെ വന്ന് ഇനി കമൻറ്റ് ചെയ്യണം, തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. കാരണം എന്താണ് നിങ്ങൾക്ക് അമൃതയിൽ ഇത്ര ഹേറ്റഡ് വരാൻ കാരണം? എലിസബത്ത് കടന്നു വന്നതിനേക്കാളും മാരകമായ ദാരുണമായ വഴികളിലൂടെയാണ് അമൃത കടന്നു വന്നത്. ആസ് എ വുമൺ, ആസ് എ മദർ, ആസ് എ സിംഗിൾ മദർ. അവരുടെ മകളും അനുഭവിച്ചിട്ടുണ്ട്. ദെൻ ഒരു സപ്പോർട്ട് പോലും ചെയ്യാതെ, അതായത് 100 പേര് മലയാളികളുണ്ടെങ്കിൽ അതിൽ ഒരാൾ മാത്രമാണ് എലിസബത്തിനെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജെനുവിനായിട്ട് 1-2 പേര്. അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? എലിസബത്ത് മലയാളികൾക്ക് പ്രിയപ്പെട്ട ഒരു ഗായികയായിരുന്നില്ല, ക്ഷമിക്കുക, അമൃതയും മലയാളികൾക്ക് പ്രിയപ്പെട്ട ഒരു ഗായികയായിരുന്നില്ലേ? അമൃത എന്തുകൊണ്ടാണ് ആൾക്കാർ ഇത്രയധികം ഹേറ്റ് ചെയ്യാൻ കാരണം? പിന്നെ ഒരു റീസൺ നമുക്ക് തോന്നിയിട്ടുള്ളത്, അമൃത രണ്ടാമത്തെ ലിവിങ് ടുഗദർ, ഷീസ് നോട്ട് മാരീഡ്, ലീഗലി മാരി ചെയ്തെന്ന് തോന്നുന്നില്ല, അവർ ലിവിങ് ടുഗദർ ആയിരുന്നു. ഗോപി സുന്ദർ എന്ന് പറയുന്ന സംഗീത സംവിധാനമായിട്ട് അവർ ലിവിങ് ടുഗദർ ചെയ്തു. അത് അവരുടെ പേഴ്സണൽ പെർസ്പെക്റ്റീവാണ്, അവർ പേഴ്സണൽ ഇഷ്ടമാണ്. മേ ബി എലിസബത്ത് ഫ്യൂച്ചറിൽ വിവാഹം കഴിക്കില്ലേ? എലിസബത്ത് തീർച്ചയായിട്ടും അമൃതയായിട്ട് ഈ പറയപ്പെടുന്ന ബാലയായിട്ട് ലിവിങ് ടുഗദർ ആണ്. ഷീസ് നോട്ട് ലീഗലി വെഡഡ് ബൈ ബാല. അപ്പോൾ തീർച്ചയായിട്ടും എലിസബത്തിനുള്ള ഫ്രീഡം ഉണ്ട്. എലിസബത്തിനെ ചിലപ്പോൾ ഈ ട്രോമയിൽ നിന്ന് പൊക്കിക്കൊണ്ടൊരു പുരുഷൻ വന്നാൽ അല്ലെങ്കിൽ ഒരു സ്ത്രീ വന്നാൽ മേ ബി ഷീ വിൽ ഗെറ്റ് മാരിഡ് സൂൺ. അത് നമുക്ക് അറിഞ്ഞുകൂടാ, അത് അവരുടെ മാത്രം ഇഷ്ടമാണ്. സോ അമൃത അങ്ങനെ ചെയ്തു. അവർക്ക് ഈ പറയുന്ന പോലെ തീർച്ചയായിട്ടും ഒരു പങ്കാളി വരുന്നു, അത് അവരുടെ ഇഷ്ടം. പക്ഷെ അവർ ഈ പറയുന്നത് ഗോപി സുന്ദർ അടുത്ത പാർട്ട്ണറിലേക്ക് പോയി, അമൃത അത് അവസാനിപ്പിച്ചു. അതിനെക്കുറിച്ച് ഒരു അക്ഷരം പോലും അമൃത ഇന്നേ വരെ ഇവിടെ വന്ന് പറഞ്ഞിട്ടില്ല. അത് തന്നെ അവർ ബാലയോട് ചെയ്തു. ഇന്നും ബാലച്ചേട്ടാന്നല്ലാതെ അയാൾ, ഇയാൾ, അവൻ, ഇവനെന്നൊന്നും ഇവൻ എലിസബത്ത് പോലും സംസാരിച്ചിട്ടുണ്ട്. ഈ ബാല അങ്ങനെയാണ്, അയാൾ ഇങ്ങനെയാണ്, അയാൾ ക്രൂരനാണ്, അയാൾ സെക്സ് അഡിക്റ്റ് ആണ്, അയാളൊരു അസോൾട്ടറാണ്, അല്ലെങ്കിൽ അയാളൊരു പെർവേർട്ടാണ് എന്നൊക്കെ എലിസബത്ത് ഘോരം പ്രസംഗിച്ച അത്രയും പോലും അമൃത ഒന്നും പറഞ്ഞിട്ടില്ല. അമൃത ഇപ്പോഴും ബാലിച്ചേട്ടൻ എന്ന് തന്നെയാണ് പറയുന്നത്, സംസാരിക്കുന്നത്. അവർക്ക് നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ അന്വേഷിച്ചെടുത്തോളം തീർച്ചയായിട്ടും ഡിവോഴ്സ് പെറ്റീഷനിൽ ഈ പറയുന്ന കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്നതുകൊണ്ട് അവരുടെ ട്രോമകളൊന്നും അവർ പുറത്ത് പറയാതെ, അതിനർത്ഥം അവർക്ക് വിഷമങ്ങൾ ഇല്ലെന്നല്ല. അവർ എത്രയോ വട്ടം നമ്മുടെ മുമ്പിൽ വന്നിരുന്ന്, വീഡിയോയുടെ മുമ്പിൽ വന്നിരുന്ന് കരഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും നിങ്ങൾക്ക് താഴെ വന്ന് പറയാം, നമ്മളിവിടെ PR വർക്ക് ചെയ്യുവാണ്, അമൃതയുടെ PR വർക്കുണ്ട്, നമ്മൾ ഇന്നും എലിസബത്തിനെ സപ്പോർട്ട്. പക്ഷേ എലിസബത്ത് ഇപ്പോഴും സ്റ്റിൽ സൈലന്റ് മോഡിലാണ്. എലിസബത്തിന് ഒരു കുഴപ്പമില്ലാഞ്ഞിട്ടും എലിസബത്ത് ഇപ്പോഴും സൈലന്റ് മോഡിലാണ്. എലിസബത്ത് സൈലന്റ് മോഡിൽ ഇരുന്നോട്ടെ, എലിസബത്ത് വീഡിയോ ചെയ്യണമെന്ന് നമ്മൾ പറയുന്നില്ല, പക്ഷേ എലിസബത്തിന് കേസ് കൊടുക്കാം.
എലിസബത്ത് അപ്പൊ പിന്നെ ആരെ കേൾപ്പിക്കാനാണ് എലിസബത്ത് ഇത്രയും കാലം ഇതൊക്കെ വന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്? ഇപ്പോൾ അമൃതയ്ക്കെതിരെ ഒരു സൈബർ ബുള്ളിങ് വന്നു കഴിഞ്ഞപ്പോഴേ എലിസബത്ത് ബാലയ്ക്ക് കിട്ടേണ്ടത് കിട്ടി. ബാല ഇപ്പോൾ ആ കൾപ്രിറ്റ്, അതായത് ആരെയാണോ എലിസബത്ത് ആരോപിച്ചുകൊണ്ടിരുന്നത്, എലിസബത്തിനെ ഈ പറയുന്ന പോലെ പീഡനങ്ങൾക്ക് ഇരയാക്കിയ ആ വേട്ടക്കാരൻ കസേരയിൽ നിന്ന് ചിരിക്കുകയാണ്, കുക്കറി ഷോ കാണിക്കുകയാണ്. അപ്പോൾ അയാൾക്കെതിരെ ഒരു നടപടി സ്വീകരിക്കണമെന്നാണോ എലിസബത്ത് പറയുന്നത്? ബാലയെ വെറുതെ സൈബർ ബുള്ളിങ് ഇട്ട് കൊടുത്താൽ എന്ത് സമാധാനമായിരുന്നു എലിസബത്തിന് കിട്ടും? അവിടെ നടന്നോട്ടെ, നമുക്കിപ്പോൾ അമൃതയോട് അങ്ങനെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ബട്ട് അപ്പോഴും എനിക്ക് മലയാളികളോട് ചോദിക്കാനുള്ളൊരു ചോദ്യം, പൗർണമി, എന്തിനാണ് അമൃതയോട് നിങ്ങൾ ഈ ക്രൂരത കാണിക്കുന്നത്? അതാണ് നമുക്ക് ചോദിക്കാനുള്ളത്. എന്തിനാണ് നിങ്ങൾ അമൃതയോട് ഈ ക്രൂരത കാണിക്കുന്നത്? വൈ? അതിനുള്ള മറുപടി തീർച്ചയായിട്ടും നമ്മുടെ പ്രേക്ഷകർ ഒന്ന് മറുപടിയായിട്ട് തരും, ഫോക്കസ് ന്യൂസിന് തരും, നമ്മൾ കേൾക്കാം. പക്ഷെ നിങ്ങൾ കൃത്യമായൊരു മറുപടി തരണം. അവർ ലിവിങ് ടുഗദർ ആയതുകൊണ്ടാണോ, അതോ അവർ ഗായിക ആയതുകൊണ്ട്, നമ്മുടെ കുട്ടിയായിട്ട്, നമ്മുടെ മലയാളികളുടെ ഒരു ഗായികയായിട്ട് നമ്മൾ കെട്ടിച്ചു വിട്ടൊരു പെങ്കൊച്ച്, നമ്മൾ അങ്ങനെയാണല്ലോ നമ്മളിപ്പോൾ കണക്കാക്കുന്നത്. അതുപോലെ തന്നെ തിരിച്ചവർ നാട്ടിലേക്കും വന്നു. പക്ഷെ അവരുടെ സൈലൻസിനെയാണോ നമ്മളിങ്ങനെ ടോർച്ചർ ചെയ്യുന്നത്? എന്തുകൊണ്ട് നിങ്ങൾക്ക് ഈ പറയപ്പെടുന്ന ബാലയോടില്ലാത്ത വിരോധം, വേട്ടക്കാരനോടില്ലാത്ത വിരോധം എന്താണ് വേട്ടയാടപ്പെട്ട അമൃതയോടുള്ളതെന്ന് നിങ്ങൾ മറുപടി പറയണം.